الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونتوب إليه ونعوذ بالله تعالى من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصفيه من خلقه وخليله بلغ الرسالة أدى الأمانة نصح الأمة وكشف الله به الغمة اللهم صل وسلم وبارك على هذا النبي الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فإن أفضل الكتاب كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, തഖ്വയാണ് പ്രധാനം. അതാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ നിദാനം. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളും ആ വഴിയിലുള്ള സഞ്ചാരവുമാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ ഏകമാർഗം. ഈ സന്ദേശമാണ് അടിക്കടി സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. താൽക്കാലികമായ സുഖ സൗകര്യങ്ങൾക്കും കാര്യലാഭങ്ങൾക്കും വേണ്ടി തഖ്വയുടെ ചൈതന്യത്തിന് നിരക്കാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ അത് എന്നേക്കുമുള്ള നഷ്ടവും ഖേദവുമാണ് കൊണ്ടുവരിക എന്ന് നമ്മളെപ്പോഴും ഓർക്കണം. തഖ്വയുടെ വഴി സ്വീകരിക്കുന്നത് കാരണം പെട്ടെന്ന് നമുക്ക് വല്ല നഷ്ടവും വല്ല പ്രയാസവും അഭിമുഖീകരിക്കേണ്ടി വന്നാലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് ലാഭമായി തീരും എന്ന് ഓർക്കണം. ഈ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും തഖ്വ മുറുകെ പിടിക്കണം എന്ന് എല്ലാ ഓരോരുത്തരോടും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ്, അതിനുള്ള സന്നദ്ധത, സാഹചര്യം തുടങ്ങിയവയൊക്കെ നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്വയുടെ താൽപര്യത്തിന് വിരുദ്ധമായി നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന വാക്കും പ്രവൃത്തിയും പടച്ചവൻ നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. ഏതാണ്ട് ഒരു മാസത്തിലേറെയായി നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ സാമ്രാജ്യത്വവും സയണിസവും കൂടി അടിച്ചേൽപ്പിച്ച യുദ്ധം എന്നൊക്കെ അതിനെ പറയാൻ പറ്റുമോ എന്നതുവരെ ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം ഒരു കൂട്ടർക്ക് അവരുടെ കയ്യിൽ അധികാരമുണ്ട്, ആയുധമുണ്ട് എന്നതിന്റെ ബലത്തിൽ ഏത് രാഷ്ട്രത്തിന്റെയും ആഭ്യന്തര കാര്യങ്ങളിൽ സർവതന്ത്ര സ്വതന്ത്രമായി ഇടപെട്ട് കളയാം എന്ന് വരുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് മാത്രമല്ല, ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതൊന്നും തിരിച്ചറിയാതെ ഉള്ള കാര്യങ്ങളാണ് കുറെ കാലങ്ങളായിട്ട് നടന്നു വരുന്നത്.
ഞാൻ അതിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അതിന്റെ സംഭവ വികാസങ്ങളെ വിശകലനം ചെയ്യാനോ അല്ല ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. മറിച്ച് ഈ സ്ഥിതിഗതികളെ ഓരോന്നിനെയും വിലയിരുത്തുന്ന, ഇതിനെയൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ചും വിശ്വാസി സമൂഹത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം, എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിന്റെ കയ്യിൽ ഇത്രയൊക്കെ അനുകൂലമായ ഘടകങ്ങളുണ്ടായിട്ടും അവർക്ക് അവരുടെ ആദർശത്തിനും അവരുടെ നിലവാരത്തിനും ചേർന്ന ഒരു അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ആർക്കും ഈ വഴിവക്കിൽ കെട്ടിത്തൂക്കിയ ചെണ്ട പോലെ ഇസ്ലാമിക സമൂഹത്തെ, അത് നമ്മുടെ നാട്ടിലായാലും ലോകതലത്തിലായാലും, ഉപദ്രവിക്കാനും അടിച്ച് രസിക്കാനും സാധ്യമാകുന്നത്? യഥാർത്ഥത്തിൽ നമുക്ക് എവിടെയാണ് പിഴച്ചത്? മുസ്ലിം സമൂഹത്തിന് അള്ളാഹു നൽകിയ നിഅമത്തുകളെക്കുറിച്ച് ചിന്തിച്ചാൽ വളരെ അപാരമായ അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആത്മീയ ശക്തിയുടെ പര്യായമായ തീർത്ഥജലവും അഥവാ സംസം വെള്ളവും ആധുനിക യന്ത്രവൽകൃത സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിനും നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമായ എണ്ണയും വലിയ ഒരളവിൽ മുസ്ലിം സമൂഹത്തിന്റെ പാദത്തിനടിയിലാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ സമൃദ്ധി ആത്മീയവും ഭൗതികവുമായി ധന്യമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കാര്യങ്ങൾ അങ്ങനെയല്ല കാണുന്നതും അനുഭവപ്പെടുന്നതും. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു മുന്നറിയിപ്പാണ് നൽകിയത്? ഇസ്ലാമിക സമൂഹത്തെ അതിന്റെ അടിസ്ഥാന അധ്യാപനങ്ങളിൽ നിന്ന് അകറ്റി അവരെ അവരല്ലാതാക്കി തീർക്കാനുള്ള പണി ആശയപരമായി ഈ വിഭാഗത്തോട് നേർക്കുനേരെ ഏറ്റുമുട്ടാനോ അല്ലെങ്കിൽ സംവാദത്തിലേർപ്പെടാനോ ശേഷിയില്ലാത്ത പ്രതിയോഗികൾ ചരിത്രത്തിന്റെ എല്ലാ ഘട്ടത്തിലും അവരുടേതായ കരുക്കളൊരുക്കി നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഇസ്ലാമോഫോബിയ എന്ന് നമ്മൾ പ്രയോഗിക്കുന്ന ഈ പദാവലിയും അതിനെ ചുറ്റിപ്പറ്റി ചർച്ച ചെയ്യപ്പെടുന്ന ആശയ ലോകവുമൊക്കെ ഇസ്ലാമിനോട് നേർക്കുനേരെ ഏറ്റുമുട്ടാനുള്ള ആശയപരവും പ്രത്യയശാസ്ത്രപരവുമായ ശേഷിക്കുറവ് കൊണ്ട് സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ള മാർഗങ്ങളാണ്. അപ്പൊ ഈ തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വളരെ ഗൗരവപ്പെട്ട ചില അധ്യാപനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാവുന്നത്. അതിന് പല ഘട്ടങ്ങളുണ്ട്. അതിലെ എല്ലാത്തിലേക്കും പോകാനല്ല, അതിലെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാനാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ഇൻ തുതിഉ ഫരീഖം മിനല്ലദീന ഊതുൽ കിതാബ യറുദ്ദൂകും ബഅദ ഈമാനികും കാഫിരീൻ. വേദം നൽകപ്പെട്ടവരിൽ നിന്നും ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങളെ വിശ്വാസത്തിന് ശേഷം കുഫറിലേക്ക്, സത്യത്തിന് ശേഷം അസത്യത്തിലേക്ക്, ഈമാനിന് ശേഷം നിഷേധത്തിലേക്ക് അവർ നിങ്ങളെ കൊണ്ടുപോകും. യറുദ്ദൂകും ബഅദ ഈമാനികും കാഫിരീൻ. നിങ്ങളെ അവർ സന്മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയും എന്നാണ് ആ പറയുന്നതിന്റെ താല്പര്യം. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം നമ്മൾ തഫ്സീറുകളിലൊക്കെ നോക്കിയാൽ വളരെ പ്രബലമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാൻ സാധിക്കും. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, പണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആഗമനത്തിന് മുമ്പ് ഖുറൈശി ഗോത്രങ്ങൾക്കിടയിലെ വളരെ അക്രമോത്സുകത കൊണ്ട് കുപ്രസിദ്ധിയാർജിച്ച രണ്ട് ഗോത്രങ്ങളാണ് ഔസ് അതുപോലെ ഖസ്റജ് എന്ന് പറയുന്ന രണ്ട് ഗോത്രങ്ങൾ. അവരുടെ പരസ്പരമുള്ള ക്രൂരകൃത്യങ്ങളുടെ വീരപുരാതന കഥകൾ കവിതകളായിട്ടും മറ്റും അവർക്കന്ന് വളരെയേറെ സുപരിചിതമാണ്. കൊന്നും ചത്തും ജീവിച്ച കൂട്ടരാണവർ. വളരെ നിസ്സാരങ്ങളായ വിഷയങ്ങളുടെ പേരിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ ഈ ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ
ജീവിതത്തെ സംബന്ധിച്ച അതുവരെയും അവർക്ക് പരിചയമില്ലാത്ത വേറെ ഒരു വ്യതിരിക്തമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ആ ഇസ്ലാമിക ആശയത്തിൽ ആകൃഷ്ടരായിട്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ അറേബ്യയിൽ വളരെ ഗൗരവപ്പെട്ട ശ്രദ്ധേയമായ മാറ്റം പരിവർത്തനമുണ്ടായി. ഖുർആൻ തന്നെ പറയുന്നത് വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ, നിങ്ങളൊരു അഗ്നികുണ്ഡത്തിന്റെ വക്കിൽ അതിലേക്ക് മറിഞ്ഞു വീണ് കരിഞ്ഞു തീരാം എന്ന അവസ്ഥയിലായിരുന്നു. വളരെ നാശോന്മുഖമായ ഒരവസ്ഥയിലാണ് നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ സമുദായം, നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ നാഗരികത എല്ലാം. കാരണം എന്ത് നിലനിൽക്കണമെങ്കിലും അത്യാവശ്യം മൂല്യം വേണം. മൂല്യമില്ലാതെ ഒരു സാധനത്തിനും നിലനിൽക്കാൻ കഴിയില്ല. അത് ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിന് ഇപ്പോ വിശദീകരിക്കുന്നില്ല, മറ്റൊരു സന്ദർഭത്തിൽ വേണമെങ്കിൽ നമുക്കതേക്കുറിച്ച് ആലോചിക്കാം. അതിന്റെ തത്വം ഇതാണ്: അടിസ്ഥാനപരമായ കുറച്ച് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ക്രിമിനൽ സംഘത്തിന് പോലും ഈ ഭൂമുഖത്ത് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രയും നാശത്തിന്റെ ഒരു ഗർത്തത്തിലേക്ക് ഇവരിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ അവിടെ അവതരിക്കുന്നത്, നിയോഗിതനാകുന്നത്. വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ, അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിച്ചു. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ അവരിലേക്കൊരു ദൂതനെ നിയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തോട് തന്നെ വളരെ വലിയ ഒരു ഔദാര്യം ചെയ്തു എന്നും വേറൊരിടത്ത് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ ഫഅസ്ബഹ്തും ബിനിഅ്മതിഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സഹോദരന്മാരായി മാറി. ഗോത്രപക്ഷപാതിത്വങ്ങളുടെ പേരിൽ, ജാഹിലിയ അധികാര തർക്കങ്ങളുടെ പേരിൽ നിങ്ങൾ വർഷങ്ങളായി ഏർപ്പെട്ടിരുന്നതും നിങ്ങൾക്കിടയിൽ നിങ്ങൾ സ്ഥാപിച്ച് നിലനിർത്തിയിരുന്നതുമായ ശത്രുതയുടെ അന്തരീക്ഷം തന്നെ മാറി. അസ്ബഹ്തും ബിനിഅ്മതിഹി ഇഖ്വാന, സാഹോദര്യത്തിന്റെ ഒരു പുതിയ ചക്രവാളത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെട്ടു, നിങ്ങൾ ആ ഒരു പുതിയ സംസ്കാരത്തിൽ വളർത്തപ്പെട്ടു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എത്തിയ ശേഷം ഒരു ദിവസം ഔസ് ഗോത്രത്തിലെയും ഹസ്രജ് ഗോത്രത്തിലെയും ഒക്കെ ധാരാളം ആളുകൾ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം സ്വീകരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ ഈ സാഹോദര്യപരമായ ഈ ഇസ്ലാമിക സാഹോദര്യത്തിന്റെ അസാധാരണമായ ഈ മധുരം ആസ്വദിച്ചും നുകർന്നും പകർന്നും നിലകൊള്ളുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ഈ ഔസ് ഗോത്രത്തിലെയും ഹസ്രത്ത് ഗോത്രത്തിലെയും വിശ്വാസികളെല്ലാം കൂടി ഇരുന്ന് ഇങ്ങനെ നാട്ടുവർത്താനം പറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഒരു ജൂതനായ ആള് ആ സദസ്സിലേക്ക് കടന്നു വരുന്നു. അയാളും മറ്റവരൊക്കെ ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹത്തിന്റേതായ ഒരു ഇടം കണ്ടെത്തി അയാളും അവിടെ വന്നിരുന്നു. എന്നിട്ടിങ്ങനെ വർത്താനം ആളുകൾ സംസാരം തുടർന്നു. അപ്പോ പഴയ കാലത്ത് ഈ ഗോത്രങ്ങൾ, ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുള്ള തുല്യതയില്ലാത്ത കിരാതമായ ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയും ഒക്കെ കഥകൾ ഉൾക്കൊള്ളുന്ന കവിതാശകലങ്ങൾ ഇയാൾ ചൊല്ലാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം ഒരു വരി ചൊല്ലിയത് ഒരു കൂട്ടർക്ക് അനുകൂലമാണെങ്കിൽ ആ കൂട്ടരിൽപ്പെട്ടയാള് അവരുടെ ഓർമ്മയിലുള്ള ഇതിന് മറുപടി ആയി വരാവുന്ന കവിതയുടെ ശകലം ഉദ്ധരിച്ചു. സ്വാഭാവികമാണത്. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോ അങ്ങനല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ട് അന്ന് എന്ന് പറയുമല്ലോ. ഇതുപോലെ ചുരുക്കി പറഞ്ഞാൽ ഔസിന്റെ ആക്രമണോത്സുകതയും ഹസ്റജിന്റെ പ്രതിരോധ വീര്യവുമൊക്കെ ധാരാളം പുകഴ്ത്തപ്പെടുന്ന കവിതകളും ചർച്ചകളും അവിടെ നടന്നു. ഇതിന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന നിലപാടുമായിട്ട് ഈ ജൂതൻ ഇതിനെ കാളിക്കത്തിക്കാൻ ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ ഒരൽപ്പം കഴിഞ്ഞപ്പോ ഇവരുടെ ആ പഴയ ആ ഗോത്രവികാരം അവരുടെ സിരകളിൽ ശക്തി പ്രാപിച്ച് ഒഴുകാൻ തുടങ്ങി. എന്നല്ല അവർക്ക് അപ്പോ ഇയാളും ഇവർ തമ്മിൽ അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി രൂക്ഷമായ രീതിയിലുള്ള ചർച്ചകളും ഇടപെടലുകളുമായി. അല്പനേരത്തേക്ക് വിശ്വാസി സമൂഹം അവരുടെ ഉയർന്ന നിലവാരത്തിൽ നിന്ന് നിലവിട്ട് താഴോട്ടു പോന്നു എന്ന് കരുതാം. അങ്ങനെ ഇത് വർത്തമാനത്തിനപ്പുറം വാളോങ്ങി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കും എന്ന അവസ്ഥ വന്നു.
അപ്പൊ ഔസ് ഗോത്രക്കാരൻ തന്റെ ഗോത്രത്തിലെ മറ്റുള്ളവരെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചു. ഖസ്റജ് ഗോത്രക്കാരൻ ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ആളുകളെയും സംഘടിപ്പിക്കാൻ അതുപോലെ ശ്രമിച്ചു. എല്ലാം ഒരു കുറഞ്ഞ നേരം കൊണ്ട് നടന്ന ഒരു വൈകാരികമായ ഒരു പ്രക്ഷുബ്ധാവസ്ഥ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ സന്ദർഭത്തിൽ ഈ സന്ദർഭം ഇങ്ങനെ അതിന്റെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് ആഗതനാവുകയാണ്. പിന്നീട് ഈ വിഷയത്തിൽ ഇടപെടുന്നത് അല്ലാഹുവാണ്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തുതിഉ, ഏ വിശ്വാസികളെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം, ഫരീഖം മിനല്ലദീന ഊത്തുൽ കിതാബ്, വേദം നൽകപ്പെട്ടവരിൽ നിന്ന് ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം, യറുദ്ദൂകും ബഅദ ഈമാനികും കാഫിരീൻ, അവർ നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം കുഫറിലേക്ക് തിരിച്ചു, കാഫറുകളാക്കി കുഫറിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. وَكَيْفَ تَكْفُرُونَ وَأَنْتُمْ تُتْلَى عَلَيْكُمْ آيَاتُ اللَّهِ وَفِيكُمْ رَسُولُهُ, നിങ്ങൾക്ക് എങ്ങനെ ഈ കുഫർ ഉൾക്കൊള്ളാൻ കഴിയും? സത്യനിഷേധത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾക്കിനി എങ്ങനെ പോകാനാവും? وَأَنْتُمْ تُتْلَى عَلَيْكُمْ آيَاتُ اللَّهِ, അല്ലാഹുവിന്റെ വചനങ്ങൾ നിരന്തരമായി നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. وَفِيكُمْ رَسُولُهُ, എന്ന് മാത്രമല്ല ആ അല്ലാഹുവിന്റെ ദൂതനും നിങ്ങളുടെ കൂടെ, ദൂതന്റെ സാന്നിധ്യവും നിങ്ങളുടെ കൂടെയുണ്ട്. وَمَنْ يَعْتَصِمْ بِاللَّهِ فَقَدْ هُدِيَ إِلَى صِرَاطٍ مُسْتَقِيمٍ, ആർ അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്നുവോ അവർ ശരിയായ സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് വഴി നടത്തപ്പെടുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവപ്പെട്ട, എല്ലാ പ്രതിയോഗിയും ഒരുപോലെയല്ല, പ്രതിയോഗികളുടെ എല്ലാ അജണ്ടകളും ഒരുപോലെയല്ല. ഇപ്പോ മിഡിൽ ഈസ്റ്റിലെ ഈ ആക്രമണത്തിൽ നമ്മൾക്ക് സുന്നിശം പ്രബലപ്പെടുമോ അതല്ല സീശം പ്രബലപ്പെടുമോ എന്ന് ആശങ്കയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. രണ്ടായിരുന്നാലും ഇസ്ലാം ദുർബലപ്പെടും എന്നതിൽ സമാധാനിക്കുന്ന പ്രതിയോഗികളുടെ ഒരു വലിയ ലോകവും വലിയ ഒരു കൂട്ടരുമുണ്ട്. അവർക്ക് അവരുടേതായ വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. അതിനുവേണ്ടി ആരൊക്കെ അവിടെ എതിരിട്ട് നിൽക്കുന്നുവോ അവരെ ഇല്ലായ്മ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നവർ കരുതുന്നുണ്ട്. അതിനനുസരിച്ച് അവർ പദ്ധതിയും പരിപാടിയും കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സാമ്രാജ്യത്വ സെക്യുലർ ഡെമോക്രസി മുമ്പേ തന്നെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോ ഇതിന്റെ ഒന്നും വരുംവരായികളെക്കുറിച്ച് ചിന്തിക്കാതെ ആശയപരമായി നമ്മൾ പ്രതിനിധീകരിക്കുന്ന ദീനുമായിട്ട് ഇത്തരം തത്വശാസ്ത്രങ്ങൾ എവിടെ ഏറ്റുമുട്ടും, എവിടെ യോജിക്കും, എങ്ങനെ വിയോജിക്കും, എങ്ങനെ യോജിക്കും, എത്രത്തോളം യോജിക്കും, എത്രത്തോളം വിയോജിക്കും, ഇതൊന്നും പരിശോധിക്കാതെ അതിനൊക്കെ ആ സെക്യുലറിസത്തിനാണെങ്കിലും ആ പാശ്ചാത്യൻ മതേതര ജനാധിപത്യത്തിനാണെങ്കിലും അതിനൊക്കെ നിന്നുകൊടുക്കാൻ മുസ്ലിം സമൂഹത്തിൽ ആളുണ്ടായിട്ടുണ്ട്. എന്നിട്ടും മനുഷ്യന്റെ മേൽ മനുഷ്യന്റെ സ്വതന്ത്ര പരമാധികാരം ഒരു സിദ്ധാന്തമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് മനുഷ്യർ സംഘടിതമായി കൈകാര്യം ചെയ്യുന്നിടത്ത് അവരുടെ കാര്യം അവർ തന്നെ തീരുമാനിക്കട്ടെ, മതകാര്യങ്ങളിൽ പടച്ചവൻ തൃപ്തിപ്പെട്ട് നിലകൊള്ളട്ടെ. അങ്ങനെ മതവും രാഷ്ട്രവും വേർപെടുത്തുന്ന, ഭൗതിക ദീനിനെയും ദുനിയാവിനെയും വിഭജിക്കുന്ന നിലപാടിലേക്ക് വരെ ഇതേ കാഴ്ചപ്പാടുകാർ തലമുറകൾക്ക് മുമ്പേ മുസ്ലിം സമൂഹത്തെ നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് വരുമ്പോ ജൂതന്റെ അഹ്ലുൽ കിതാബിന്റെ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും പറ്റിയല്ല ഈ പറയുന്നത്, അതിൽ നിന്നൊരു വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നറിയിപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഏത് വിഭാഗത്തോട് സഹകരിക്കണം അല്ലെങ്കിൽ നിസ്സഹകരിക്കണം എന്ന് തീരുമാനിക്കുന്നതിന്, അല്ലെങ്കിൽ ഏത് തത്വത്തെയും തള്ളണോ കൊള്ളണോ എന്ന് തീരുമാനിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു ക്രൈറ്റീരിയ, നിങ്ങൾക്കൊരു മാനദണ്ഡം, ഒരു ഉരക്കല്ല് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ഉരക്കല്ലിൽ ഉരച്ചു നോക്കിയിട്ട് ഇത് നമുക്ക് സ്വീകരിക്കാം, ഇന്നത് നമുക്ക് സ്വീകരിച്ചുകൂടാ, ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിന് പകരം വെസ്റ്റ് ഈസ് ദി ബെസ്റ്റ്, പടിഞ്ഞാറാണോ എങ്കിൽ അത് ഉത്തമമാണ്, അവിടെ നിന്ന് വരുന്നതൊന്നും മോശമാവുകയില്ല. ഇസ്ലാമിന്റെ പലിശയോടുള്ള സമീപനത്തെക്കുറിച്ച് വന്നപ്പോ, ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തം വന്നപ്പോ, ഇസ്ലാമിന്റെ കലയോടുള്ള കാഴ്ചപ്പാട് വന്നപ്പോ, ഇസ്ലാമിന്റെ നാഗരിക വീക്ഷണവും സാംസ്കാരിക ബോധവും വന്നപ്പോ ഓരോ ഘട്ടത്തിലും ഇതിനെ അട്ടിമറിക്കുന്ന മറു അജണ്ടകൾ അവിടുന്ന് ഉയർത്തപ്പെട്ടു വന്നിട്ടുണ്ട്. അങ്ങനെ ഉയർത്തപ്പെട്ടു വന്ന അജണ്ടകൾക്കൊക്കെ മുൻപിൻ ചിന്തിക്കാതെ നിർഭാഗ്യവശാൽ മുസ്ലിം ഉമ്മത്ത് നിന്നു കൊടുത്തിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും ഓരോന്നെടുത്തിട്ടും നമുക്ക് പറയാം,
രാഷ്ട്രീയമായ മുസ്ലിം ഉമ്മത്തിന്റെ നിലപാടുകളിൽ വന്ന വ്യതിചലനങ്ങൾ വെച്ച് നമുക്ക് പറയാം, സാമ്പത്തിക രംഗത്തുള്ള വ്യതിചലനം വെച്ച് നമുക്ക് പറയാം, സാംസ്കാരിക രംഗത്ത് വന്ന വ്യതിചലനങ്ങൾ വെച്ച് നമുക്ക് പറയാം. ഓരോന്നിനും പറയാം എന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തുതിഉ ഫരീഖം മിനല്ലദീന ഊതുൽ കിതാബ്. വിശ്വാസികളെ, വേദം നൽകപ്പെട്ടവരിൽ നിന്ന് ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം യുർദൂകും ബഅദ ഈമാനിക്കും കാഫിരീൻ, അവരെ നിങ്ങളുടെ ഈമാനിന് ശേഷം കുഫ്റിലേക്ക് കൊണ്ടുപോകും. യഥാർത്ഥത്തിൽ ഈ പ്രതിയോഗികളുടെ അജണ്ടകളെ ഇതിനെ അർഹിക്കുന്ന ഗൗരവത്തിൽ മനസ്സിലാക്കുന്നതിൽ ആർക്കൊക്കെ എവിടെയൊക്കെ പിഴച്ചോ അതിന്റെ ശിക്ഷയാണ് അറബ് ലോകത്ത് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നിപ്പോ വളരെ പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയോളം അതിനടിയിൽ അകപ്പെട്ടുപോയി, അവരുടെ പിടിയിൽ അകപ്പെട്ടുപോയി എന്ന സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. എന്നിട്ട് അവരെ തന്നെ രക്ഷകരായിട്ട് കാണേണ്ടുന്ന ഗതികേടിലെത്തിപ്പെടുകയാണ്. ഈ ആയത്തിന്റെ ബാക്കി ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേറെ ഒരു വശവും കൂടി നമ്മുടെ മുമ്പിൽ വരേണ്ടതുണ്ട്. അതെന്താണ്? വമൻ യഅ്തസിം ബില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോ അതിന്റെ ആ പ്രയോഗ ഘടന നിങ്ങൾ ചിന്തിക്കണം. എന്താണ്? വകൈഫ തക്ഫുറൂന, നിങ്ങൾക്ക് എങ്ങനെ നിഷേധികളാവാൻ കഴിയും? വഅൻതും തുത്ല അലൈക്കും ആയാതുല്ലാഹ്, അല്ലാഹുവിന്റെ സൂക്തങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വഫീകും റസൂലുഹു, അല്ലാഹുവിന്റെ ദൂതനും നിങ്ങളിലുണ്ട്. ഈ രണ്ട് കാര്യവും അല്ലാഹു പറഞ്ഞു. ഇത് ഖുർആനാണ് പ്രമാണം, സുന്നത്ത് പ്രമാണമല്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ആ ഖുർആനിന്റെ പ്രയോഗങ്ങളുടെ ഓരോ സന്ദർഭത്തിലും അല്ലാഹ് അത് പഴുതടച്ച് തന്നെ അവതരിപ്പിച്ചു പോന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ വകൈഫ തക്ഫുറൂന വഅൻതും തുത്ല അലൈക്കും കിതാബു ആയാതുല്ലാഹ്, നിങ്ങൾ എങ്ങനെ നിഷേധികളാകും? നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ മുമ്പിൽ അല്ലാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അല്ലാഹ് പറഞ്ഞത്. പിന്നെയോ വഫീകും റസൂലുഹു, ഈ പ്രവാചകനും നിങ്ങളിൽ പ്രവാചകന്റെ സാന്നിധ്യവുമുണ്ട്. അപ്പൊ ഖുർആനുമുണ്ട്, സുന്നത്തുമുണ്ട് എന്നാണ് ആ പറയുന്നത്. അങ്ങനത്തെ ഒരു സംഘം പിന്നെ എങ്ങനെ വഴിപിഴക്കും? എങ്ങനെ വഴികേടിലേക്ക് നിങ്ങൾക്ക് പോകാനാവും? വമൻ യഅ്തസിം ബില്ലാഹ്, ആർ അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്നുവോ ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവർ വളരെ ചൊവ്വായ സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് വഴി നടത്തപ്പെടുന്നത് എന്ന് തുടർന്ന് പടച്ചവൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇസ്ലാം മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ജീവിതത്തോളം വിശാലമാണ്. ജീവിതത്തോളം വിശാലമാണ് എന്ന് പറഞ്ഞാൽ പോരാ യഥാർത്ഥത്തിൽ. കാരണം എല്ലാ പ്രത്യയശാസ്ത്രങ്ങളുടെയും സകല സാഹിത്യങ്ങളുടെയും സകല ശാസ്ത്രങ്ങളുടെയും ഗവേഷണ പഠനങ്ങളും അവതരണങ്ങളും ജീവിതത്തോടെ അവസാനിക്കുമ്പോൾ ഇസ്ലാം ജീവിതത്തിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയുകയാണ്. അപ്പൊ അത്രയും വിശാലമായ ഒരു ദർശനത്തിന്റെ വാഹകർക്ക് അവരുടെ മുന്നിലേക്ക് വരുന്ന ഏതിനെയും ഈ ദർശനവുമായിട്ട് ഇത് യോജിക്കുമോ ഇല്ലയോ? യോജിക്കില്ലെങ്കിൽ എന്തുകൊണ്ട്? യോജിക്കുമെങ്കിൽ എത്രത്തോളം? ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി അള്ളാഹുവിനെയും പ്രവാചകനെയും മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആരുമായിട്ടും സഹകരിക്കാം. വിശ്വാസത്തിന്റെ ഈ പൊതുതത്വങ്ങൾക്ക് വിരുദ്ധമാകുമ്പോൾ പിന്നെ സഹകരണത്തിന്റെ സാധ്യതയില്ല. ഇത് വളരെ കൃത്യമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വമൻ യഅ്തസിം ബില്ലാഹി വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ എന്ന് ഖുർആൻ വേറെടുത്ത് പറഞ്ഞല്ലോ. നിങ്ങൾ അല്ലാഹുവിന്റെ പാശം ഒന്നിച്ചു മുറുകെ പിടിക്കണം, വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. അപ്പൊ വമൻ യഅ്തസിം ബില്ലാഹി, ആർ അല്ലാഹുവിനെ മുറുകെ പിടിച്ചുവോ ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് വഴി നടത്തപ്പെടുന്നത്. അല്ലാഹു നമുക്ക് നൽകിയ ഈ വിവേചന ബുദ്ധി, ഈ വിവേചന ബോധം, ഈ സത്യാസത്യ വിവേചനത്തിന്റെ മാനദണ്ഡം വെച്ചുകൊണ്ട് ഓരോന്നിനെയും വിലയിരുത്താനും വിശകലനം നടത്താനും നിലപാടെടുക്കാനും ശ്രമിക്കേണ്ടതിന് പകരം ഇസ്ലാമിനെ ആചാരപ്രധാനമായ കുറച്ച് കാര്യങ്ങളിൽ ഒതുക്കി ജീവിതത്തിന്റെ വിശാല രംഗങ്ങളിൽ മറ്റുള്ളവരുടെ മാർഗദർശനത്തിന് അപ്പടി നിന്നുകൊടുത്തു എന്ന അബദ്ധമാണ് മുസ്ലിം സമൂഹത്തിന്റെ ശക്തി ചോർത്തിക്കളഞ്ഞത് എന്ന് നമ്മൾ കാണണം. അവരുടെ ഐക്യം തകർത്തത് എന്ന് നമ്മൾ കാണണം. അവരുടെ ചൈതന്യം നഷ്ടപ്പെടുത്തിയത് എന്ന് നമ്മൾ കാണണം. അവർക്ക് തിരിച്ചു പോകാൻ, അവർക്ക് എന്തെങ്കിലും ഈ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ കഴിയണമെങ്കിൽ എന്താണ് മാർഗം? ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. ആർ അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്നു. അല്ലാഹുവിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്ന് അതിനു മുമ്പേ പറഞ്ഞു. വഅൻതും തുത്ല അലൈക്കും ആയാതുല്ലാഹി വഫീകും റസൂലുഹു. അപ്പൊ ഖുർആനിനെയും പ്രവാചകനെയും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഈ നിലപാടാണ്
അള്ളാഹുവിനെ മുറുകെ പിടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ നിലപാടിൽ വിശ്വാസികൾ അടിയുറച്ചു നിൽക്കുന്നിടത്തോളം കാലം അവരുടെ കാലിടറുകയില്ല. ആ നിലപാടിൽ നിന്ന് അവർ സ്വയം വ്യതിചലിക്കാൻ തീരുമാനിച്ചാൽ അവരെ ആർക്കും കരുത്തരാക്കാനും കഴിയില്ല. ഈ വളരെ ഗൗരവപ്പെട്ട ഒരു പാഠം ഇന്നത്തെ നമ്മുടെ അറബ് രാജാക്കന്മാരും അറബ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളും അവിടത്തെ അതിനുവേണ്ടിയുള്ള ചരടുവലികളും അതിന്റെ അടിയൊഴുക്കുകളും എല്ലാം മുമ്പിൽ വെക്കുമ്പോൾ അള്ളാഹുവിന്റെ വളരെ ഗൗരവപ്പെട്ട മുന്നറിയിപ്പുകൾ കാറ്റിൽ പറത്തിയതിന്റെ ഒരു ശിക്ഷ എന്ന നിലക്കാണ് ഈ അവസ്ഥയെ നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്വഭാവത്തിൽ നമ്മൾ ഓരോരുത്തരുടെ കാര്യത്തിലും വലിയ രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ നമ്മളുടെ വ്യക്തിഗതമായ കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനും അവന്റെ പ്രവാചകനും നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്ഥാനം നൽകുന്നു, എത്ര പ്രാധാന്യം നൽകുന്നു, എന്തുമാത്രം പരിഗണന നൽകുന്നു എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ ദീനിനെ അതിന്റെ എല്ലാ ഉള്ളടക്കങ്ങളോടും കൂടി മനസ്സിലാക്കുവാനും അതിനോട് മനസാന്നിധ്യത്തോടെ കൂറും പ്രതിബദ്ധതയും പുലർത്തി ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാഗത്ത് സംഭവിക്കുന്ന വീഴ്ചകളും പോരായ്മകളും റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അവൻ തിരിച്ചു വിളിച്ച നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ മാതാക്കൾ, പിതാക്കൾ, നമ്മളുടെ ഇണകൾ, നമ്മുടെ പ്രിയ സന്താനങ്ങൾ, നമ്മളോട് നന്മയിൽ വർത്തിച്ചിരുന്നവർ, നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിരുന്നവർ, നമ്മളെല്ലാവരും ഒരേ വഴിയിൽ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചിരുന്നവർ, ഇങ്ങനെ ആരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും സംബന്ധിച്ച് നമ്മളെക്കാളേറെ നമ്മുടെ റബ്ബിനറിയാം. നാഥ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അവരുടെ വീഴ്ചകൾ വിട്ടുവീഴ്ച ചെയ്യണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്റെ ദീനിനെ സത്യമായി അംഗീകരിച്ച് അതനുസരിച്ച് നിലപാടുകൾ ചിട്ടപ്പെടുത്തി അതിന്റെ ആ സത്യം ഭൂമിയിൽ പുലരുന്നതിനു വേണ്ടിയുള്ള ശാരീരികവും സാമ്പത്തികവുമായ പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ ആ കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ നാഥ. അവരുടെ പാദങ്ങൾക്ക് സ്ഥൈര്യം നൽകണേ തമ്പുരാനെ. ലോകത്ത് ധിക്കാരവും താന്തോന്നിത്വവും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുണ്ട്. അവരെ നീ അമർച്ച ചെയ്യണേ തമ്പുരാനെ. ലോക സമാധാനത്തിനു വേണ്ടി, മനുഷ്യരുടെ വിമോചനത്തിനു വേണ്ടി, മനുഷ്യരുടെ ശാന്തിക്കും മനസമാധാനത്തിനും വേണ്ടിയുള്ള പ്രയത്നങ്ങളോടൊപ്പം നിൽക്കാൻ വിശ്വാസി സമൂഹത്തിന് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.